ഹലോ ഗൈസ്, അങ്ങനെ ബിഗ് ബോസിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. 5 പേര് വൈറ്റ് എൻട്രി കാർഡിലൂടെ കടന്നതോടെ നമ്മുടെ ബിഗ് ബോസിനകത്ത് വലിയ മാറ്റങ്ങളാണ് വന്നത്. ഇത്രയും നാൾ നമ്മുടെ ബിഗ് ബോസിനകത്ത് രേണുസുതി പാവം പാവം കാർഡ് ഉപയോഗിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരോടും വഴക്കില്ല, ആരോടും ബഹളമില്ല, ആരോരുടെ അടുത്തും ദേഷ്യവും ഇല്ല. ഒരു പ്രത്യേകതരം രീതിക്ക് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ബിഗ് ബോസിനകത്ത്. രേണുസുതി അധികം ഒന്നും ക്യാമറയുടെ മുന്നിൽ വരക്കൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം 5 പേര് വൈറ്റ് കാർഡ് എൻട്രി വഴി ബിഗ് ബോസിനകത്ത് വരികയും അപ്പോൾ അതിനകത്ത് രേണുസുതിയെ ഇൻ്റർവ്യൂ ചെയ്ത മസ്താനി ഉണ്ടായിരുന്നു. അപ്പോൾ രേണുസുതിയും മസ്താനിയും തമ്മിൽ കുറച്ച് നേരം സംസാരിക്കണ ഇടയിൽ രേണുസുതിയുടെ സുധി മരിച്ചുപോയ സുധി ചേട്ടനെ കുറിച്ച് ചോദിക്കുകയും നിങ്ങൾ ആ പേര് പറഞ്ഞ് കളിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയും, നിങ്ങൾ ആദ്യം ബിഗ് ബോസിനകത്ത് വന്നപ്പം സുധിയേട്ടാ എന്ന് വിളിച്ച് വന്ന് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇവർ തമ്മിൽ സംസാരിക്കുകയും, അപ്പോൾ രേണുസുതി പറയാണ് ഞാൻ വിധവയല്ല എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വഴക്ക് നടക്കുകയും, അപ്പോഴും നമ്മുടെ മസ്താനി ചോദിക്കുകയും ചെയ്തു, അപ്പം നിങ്ങൾ എൻ്റെ ഇൻ്റർവ്യൂവിൽ വരുന്ന കള്ളത്തനങ്ങളാണോ പറഞ്ഞത് എന്ന് ചോദിക്കുകയും ചെയ്തു. പക്ഷേ രേണുസുതിക്ക് പെട്ടെന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് കാണുന്ന രേണുസുതി, നമ്മുടെ ബിഗ് ബോസിനകത്ത് വരുന്നതിന് മുന്നേ നമ്മൾ പുറത്ത് കണ്ട രേണുസുതിയെ നമ്മൾ പെട്ടെന്ന് കണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ബിഗ് ബോസിനകത്ത് രേണുസുതിയുടെ പുതിയ മാറ്റങ്ങളും യഥാർത്ഥ രേണുസുതിയെ കാണാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രേണുസുതി വളരെയധികം ദേഷ്യത്തിൽ ബിഗ് ബോസിനകത്ത് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് രേണുസുതിയെ കാണിക്കുന്നത് തന്നെ. അപ്പം നമുക്ക് ഇതിൽ വെച്ചൊരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, പുറത്തെ രേണുസുതി, ഇത്രയും നാൾ നിന്ന രേണുസുതി, ഇപ്പം പുറത്തുണ്ടായിരുന്ന രേണുസുതി പതുക്കെ ബിഗ് ബോസിനകത്തോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രേണുസുതിയുടെ ആ ഒരു സംസാരവും ആ ഒരു രീതിയും എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി രേണുസുതിയുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അറിയാം.